അപ്പൊ നമ്മളൊരു സിനിമ കണ്ടു. അതെ, ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേരെന്താ? മാർക്കോ. സാധാരണ നമ്മൾ ഇങ്ങനെ വീഡിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ റിവ്യൂ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ സാധാരണ റിവ്യൂ ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊരു ഫിലിം റിവ്യൂ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഇത് നമ്മൾ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു. എന്താ കാരണം? അമ്മാതിരി സിനിമയാണ്, ഇത് റിവ്യൂ ചെയ്യാതെ വിടാൻ തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആരുടെ കയ്യിൽ നിന്ന്? ആരുടെ കയ്യിൽ നിന്ന്? ഉണ്ണിമുകുന്ദൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലായി പോയി. അതെ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാലും ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ കുറച്ച് പടങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ മാളികപ്പുറം പോലത്തെ, അതല്ലാത്ത ഉണ്ണിമുകുന്ദന്റെ മുന്നത്തെ പല പടങ്ങളും. പക്ഷെ ഈ പടങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ പടം ഉണ്ണിയുടെ വേറെ ലെവലായിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഉണ്ണി വേറൊരു ഗ്രാഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരൊറ്റ പടം കൊണ്ട് ഉണ്ണിമുകുന്ദന്റെ ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ണിമുകുന്ദന്റെ ഫാൻസ് ആവോ? ഓഫ് കോഴ്സ് ഫാൻസ് ആവോന്ന് മാത്രല്ല, ഉണ്ണിമുകുന്ദൻ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ്, അതെ, ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ നമുക്ക് പടത്തിനെ കുറിച്ച് പറയാം. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ KGF കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സാലാറ് കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ ഏതാ ഇപ്പൊ അടുത്തിറങ്ങിയ കില്ല് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പടം ഏതാ, അതിലൊന്നും വയലൻസ് പക്ഷെ ഇങ്ങനെയല്ല. അപ്പൊ ഇതുപോലത്തെ ഒരു പടം നമ്മളിപ്പോ ആനിമൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിലൊന്നും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മീൻസ് വയലൻസിന്റെ കാര്യത്തില് വയലൻസ് ഇല്ല. അത് നമുക്ക് കാണാൻ ഒരു രസമുള്ള ഒരു വയലൻസാ. ഇത് കാണാൻ ഒരു രസമില്ലാത്ത വയലൻസ്, അതായത് ആർക്കും അങ്ങോട്ട് ദഹിക്കാത്തൊരു വയലൻസ്. ദഹിക്കാത്ത വയലൻസ് പറഞ്ഞാല് എല്ലാം പച്ചക്ക് കാണിക്കുക, അല്ലേ? പച്ചക്ക് കാണിക്കുക. പിന്നെ അതും എക്സ്ട്രീം ലെവലില് ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ ദഹിക്കില്ല, പലർക്കും കണ്ടു കഴിഞ്ഞാൽ ദഹിക്കില്ല. അങ്ങനത്തെ ഒരു ലെവലില് എന്താ പറയാ, മൃഗീയമായി എന്നൊന്നും പറഞ്ഞാ പോരാ, ഒരു ഹെവി ലെവല്. ഞാൻ ചോദിക്കുന്നത് വെച്ചാല് ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുമെന്ന് വിചാരിച്ചോ? മലയാളത്തിൽ ഈ ഒരു ഇതിപ്പോ സെൻസർ ബോർഡ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണ്ടത് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതും കിട്ടി. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചിത്രീകരിച്ച് മലയാളത്തിൽ നിന്ന് വരുന്നു വിചാരിച്ചോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചിലപ്പോ തമിഴിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിപ്പോ എന്താ വെച്ചാൽ കൊറേ സിനിമകൾ തെലുങ്ക് ഭാഗം അല്ലെങ്കിൽ കന്നഡ പടങ്ങളൊക്കെ നല്ല വേറെ ലെവലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ പടം ഉറപ്പായിട്ടും ഇന്ത്യ മൊത്തമല്ല, പാനിന്ത്യൻ ലെവലിലല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ മാളികപ്പുറം എന്നുള്ള പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആവറേജ് ഫിലിം, അത്രേ ഉള്ളൂ. നിനക്ക് അങ്ങനെ തന്നെയാണല്ലോ തോന്നിയിട്ടുള്ളത്? അത് കുറച്ച് ഓവറായിരുന്നു. അതിൽ പല കാര്യങ്ങളും കുറച്ച് ഓവറായിരുന്നു. പലതും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് കുറച്ച് ഓവറായിരുന്നു. അത് നമ്മൾ അങ്ങനെ തന്നെ പറയും. അപ്പം ഉണ്ണിമുകുന്ദൻ അതിപ്പോ എന്തിനാണ് ആൾക്കാർ ഹേറ്റ് ചെയ്യുന്നത്, അതിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ പടം അത്ര വലിയ സംഭവമൊന്നും അല്ല. അത് ഭക്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ ഒരു ആവറേജ് മൂവി. പക്ഷെ ഇതങ്ങനെയല്ല. ഇതും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. മീൻസ് മനസ്സിന് കുറച്ച് എന്താ പറയാ, മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാർക്ക് ഇത് പറ്റില്ല. അയ്യോ, അത് അതിലത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീന് മുതലേ അതിന്റെ ആ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, കൊണ്ടുവന്ന രീതി, അതൊക്കെ നല്ല കിട്ടില്ല മേക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ പോയി ഓരോ സീന് കഴിയുമ്പോഴും അതിന്റെ കൂടി വരെയാണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഹെവി ആയത്. സെക്കൻഡ് ഹാഫ് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എന്താ വെച്ചാൽ ഇമോഷൻസ് ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഇവർ ഉദ്ദേശിച്ച സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ വയലൻസ്, ബ്രൂട്ടൽ വയലൻസ്. ആ ബ്രൂട്ടൽ വയലൻസ് കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ, കഥകൾ അതിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് അല്ല പക്ഷെ നമ്മൾ നോക്കേണ്ടത്, ഇത് കാണണം. ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം വരുമ്പോ നമ്മള് എന്താ പറയാ, ഇതിനകത്ത് ഒരു വയലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്ന് മെയിനായിട്ട് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്. ഇപ്പൊ ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ പ്രശ്നം വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ അതിലെ ടെക്നിക്കൽ അബദ്ധങ്ങളൊക്കെ പലതും കാണാറുണ്ട്. പക്ഷെ ഇതിൽ ഒന്നും പറയാനില്ല. സ്റ്റാർട്ടിങ്ങിൽ മ്യൂസിക്, അതാ ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിലെ ആ പടം ഇൻട്രൊഡക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. അതിന് ഡബ്സി, അതുപോലെ തന്നെ മറ്റേ ഇതിലെ KGF ഗായകനും കൂടി പാടുന്ന പാട്ട് അത് നന്നായിട്ടുണ്ട്. അവിടുന്ന് ക്ലാസ് ആയി തുടങ്ങാണ്. അതില് കൊടുത്തിരിക്കുന്ന മറ്റേ എന്താ പറയാ ആനിമേഷൻസോ അതല്ലെങ്കിൽ VFXോ ഇതെല്ലാം ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ എടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ആദ്യം സമ്മതിച്ചു. മാത്രല്ല അത് ഉണ്ണി മുകുന്ദനെ പോലെ ഒരാള് ഈ വേറൊരു ടൈപ്പ് ഓഫ് സിനിമകൾ മാത്രം ചെയ്തിരുന്ന ഒരാള് ഈ ലെവലിലേക്ക് അത് ചെയ്തു കൊണ്ടുവന്ന് എത്തിച്ചു. വൺ ചേഞ്ച് ആയത്. ഒന്നും പറയാനില്ല. കാരണം ഉണ്ണി മുകുന്ദനെ കൊണ്ട് ഇത് പറ്റൂ. പിന്നെ അങ്ങനെ ആള് വേണമെങ്കിൽ നമുക്ക് പറയാം. ബോഡി നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ബോഡി, അതിന്റെ ബൾക്കി ബോഡി ഒക്കെ മാറി നല്ല ഫൈറ്റിന് പറ്റിയ ബോഡി, ഫിറ്റ് ബോഡി. ഉണ്ണി മുകുന്ദനെ കൊണ്ട് ഇത് പറ്റൂ. ഇത് പൃഥ്വിരാജിനെ കൊണ്ട് പറ്റില്ല ഈ മാസം, ഒരിക്കലും പറ്റില്ല, 100% പറ്റില്ല. അതല്ലാതെ വേറെ ആരാണ് മലയാളത്തിലുള്ളത്? ഇതിന് പാരലൽ ഓപ്ഷൻ മമ്മൂട്ടിയെ കൊണ്ട് പറ്റില്ല, മമ്മൂട്ടിയെ കൊണ്ട് പറ്റില്ല ഇതേപോലത്തെ ഒരു സംഭവം. മോഹൻലാലിനെ കൊണ്ട് പറ്റില്ല ഇതേപോലത്തെ ഒരു സംഭവം. അവര് ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇത് അവര് പ്രായമായില്ലേ, രണ്ടുപേരും തമ്മിലാണോ പറയുന്നത്. അങ്ങനെയല്ല. പണ്ടത്തെ മമ്മൂട്ടി, പണ്ടത്തെ മോഹൻലാൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ടൈമിൽ ഈ ടൈപ്പ് ഓഫ് സാധനം ഇത് ഉണ്ണി മുകുന്ദനെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പിക്കും. അങ്ങനത്താണ്. കാരണം നമുക്കിപ്പോൾ ഫൈറ്റിങ്ങിനെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ഫൈറ്റിങ്ങിനെ കാണുമ്പോൾ ഇത് സ്റ്റൈല് പോരെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതല്ല, ഇതിൽ ചില സീനുകളുണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ആയിട്ടൊക്കെ ഒരു സ്റ്റെയർ ഫൈറ്റ് സീനാണ്. അത് സിംഗിൾ ഷോട്ട് ആണെന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സിംഗിൾ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു കുതിരപ്പാവം കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ നേരം ഒറ്റ ഷോട്ട് തന്നെയാണ്. അത് ഒരു രക്ഷയില്ല. നമുക്ക് ഇത് പറയുന്നല്ല, ഇത് പോയി കാണാണ് വേണ്ടത്. ഈ കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇത് ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പടം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇതൊക്കെ അപ്പോക്കലിപ്റ്റ് ഒക്കെ ഉണ്ട്, മറ്റേ കാട്ടിലുള്ള പടം, അതിലൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ പച്ചക്ക് കാണിക്കുന്നുണ്ട്. ചില സീനുകളുണ്ട് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ടൈപ്പ് സീനുകൾ ഇതിൽ നല്ല 100%, 200% ഇതിനകത്ത് വളരെ മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ക നാച്ചുറൽ ആയിട്ട് അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി എവിടെയും തോന്നില്ല. അതിന്റെ എഡിറ്റിംഗിലോ ഷൂട്ടില് അതിന്റെ അഭിനയത്തിൽ എവിടെയും തോന്നില്ല. അത്ര ക്ലിയർ ആയിട്ട് ഒരു നായകൻ വന്നിട്ട് തന്റെ മറ്റേ വേണ്ടപ്പെട്ട ആൾക്കാരെ രക്ഷിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഇതിനകത്ത്. അവരെ രക്ഷിക്കുക എന്നുള്ളതല്ല, ഇതിൽ നല്ലൊരു വയലൻസ് അതിൽ കൊണ്ടുവരണം. അതിന് വേണ്ട സംഭവങ്ങൾ ഇതിൽ അപ്പതാക്കിട്ട് ചെയ്തിട്ടുള്ളത്. അത് വാക്ക് കൊടുത്ത് വാക്ക് പാലിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് എങ്ങനെയാണോ ആൾക്കാരെ അകത്ത് ഇങ്ങനെ തീർത്ത് വിടാൻ തോന്നിപ്പിക്കുക, പറപ്പിക്കുക, അല്ലെങ്കിൽ എന്താ അടിച്ച് പിമ്പിരിയാക്കുക, അങ്ങനെ പറയാം. അപ്പൊ അത് എത്രത്തോളം ഹാർഡായിട്ട് ചെയ്യിക്കണോ അത്രത്തോളം ഉള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മേക്കിംഗ് ഒരു രക്ഷയില്ല. സിദ്ദീഖിന്റെ വിവാദങ്ങൾ മാറ്റി വെക്കാം. ആക്ടിങ് അതിപ്പോ ആരുടെ കാര്യമാണെങ്കിലും ആക്ടിങ്, അതായത് ഇപ്പൊ ഡബ്സിയുടെ പാട്ട്, ഡബ്സിയോട് ആൾക്കാർക്ക് ഭയങ്കര രീതിയിലാണ്. കുറെ ആളുകൾക്ക് ഇപ്പൊ ഭയങ്കര ഹേറ്റേഴ്സ് ആണ്. അയാളുടെ ഇതൊന്നും നമ്മൾ നോക്കണ്ട, അയാളുടെ പാട്ട് കേട്ടാൽ മതി അല്ലേ. അയാള് അപ്പുറത്ത് എന്തെങ്കിലും പറയണം, നമുക്ക് പറ്റാത്താണെങ്കിൽ അയാൾ മാറി നിൽക്കാൻ പറയണം, നമ്മൾ അയാളുടെ പാട്ട് കേൾക്കാം. നല്ല രസമുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡബ്സിയുടെ. അതുപോലെ തന്നെ ഈ ഡബ്സിയുടെ പാട്ട് മാറ്റിയിട്ടാണ് വേറൊരാളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അതും അങ്ങനെയല്ല, അത് രണ്ടാമത്തെ മിക്സ് ആയിട്ട് തന്നെയാണ് അതിൽ പാടിയിട്ടുള്ളത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡബ്സി എന്നുള്ളത്. അതൊരു കാര്യം. പാടം ഇതിന്റെ ഡയറക്ടർ, അപ്പൊ മൂപ്പരാള് ആരാണെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് ഭയങ്കര ഒരു അറിവുള്ള ആൾക്കാരൊന്നുമല്ല. ഇത് സാധാരണ ഒരാൾ കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ കുറെ ആൾക്കാർ ഇതിൽ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നി. എന്ന് വെച്ചാൽ അത് കുറെ ഒരു ടൈപ്പ് ഉണ്ണി മുകുന്ദനോട് എതിർപ്പുള്ളത്, ഇപ്പൊ മതപരമായിട്ടാണെങ്കിലും അല്ലാത്തപരമായിട്ടുള്ള അത് ചെയ്യുന്നതെല്ലാം ചെറ്റത്തരാണെന്ന് പറയാം. ഒരാളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അയാളുടെ ഡെഡിക്കേഷൻ ഒക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ആള് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മലയാള സിനിമയിൽ ഇപ്പോൾ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. പക്ഷെ അത് വേറെ ടൈപ്പ് ഡെഡിക്കേഷൻ, ഇത് വേറെ ടൈപ്പ് ഡെഡിക്കേഷൻ. അതിൽ ബോഡി അങ്ങനെ ചേഞ്ച് ചെയ്തു, ഇതിലും ഉള്ള ബോഡി നല്ല രീതിക്ക് ചേഞ്ച് ചെയ്തൊന്നും മാത്രമല്ല, ഇതെല്ലാം പഠിച്ച് ഈ പെർഫെക്ഷനോട് അതങ്ങോട്ട് ആക്ട് ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പൊ എന്റെ അഭിനയം കണ്ടാൽ ചില സമയത്ത് ഉണ്ണി മുകുന്ദൻ പണ്ടൊക്കെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഉണ്ണി മുകുന്ദൻ എന്ന പേരുള്ള പോലെ ഒരു ഉണ്ണി ടച്ച് പലപ്പോഴും ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു. ഒരു ഉണ്ണി ടച്ച്, ഇവനൊരു ഉണ്ണിയാന്ന് നമുക്ക് പറയാമല്ലോ. അപ്പൊ അതുപോലെ ഒരു ഉണ്ണി ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഉണ്ണി എന്നുള്ള സാധനത്തിലോ ഇത് വലിയ കൃഷ്ണനാണ്. ഉണ്ണി കൃഷ്ണ സോറി ഇത് വലിയ മുകുന്ദനാ, ഉണ്ണി മുകുന്ദനല്ല, ഇത് വൈൽഡ് മുകുന്ദനാണ്. ഇപ്പൊ മറ്റേ പുഷ്പ, മറ്റേ ഇന്റർനാഷണൽ ഫയർ എന്നോ വൈൽഡ് ഫയർ എന്നൊക്കെ പറയണില്ലേ എന്നല്ലേ പുഷ്പ. അത് രണ്ടും വേറെ വേറെ പടം. ഇതിൽ പുഷ്പയുടെ പോലത്തെ ചില സീനുകളെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും ഇതുണ്ടല്ലോ നാച്ചുറൽ അല്ലാതെ തോന്നില്ല. ഇത് പക്ക നാച്ചുറൽ. കുറച്ച് ഡോഗിന്റെ സീൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ
എക്സാക്ട് നമുക്ക് ശരിക്കും തോന്നും ഇതൊരു ഡോഗ് തന്നെയാണ്, അല്ലാതെ ഒരു തരത്തിൽ അതിലൊരു അനിമേഷൻ ഫീലോ അങ്ങനെ അല്ലെങ്കിൽ ഒരു VFX അങ്ങനെ ഒന്നും കൊണ്ടുവന്നതായിട്ട് തോന്നില്ല. അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും അതെ പക്ക പെർഫെക്റ്റ്. സ്റ്റൈലൻ എഡിറ്റിംഗ്, സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ കിഡിലൻ എഡിറ്റിംഗ്, ഒന്നും പറയാനില്ല. അതായത് നെഗറ്റീവ് നമുക്ക് ലാഗ് തോന്നി? ഇല്ല ഇല്ല, ഒരു ലാഗും ഇല്ല, ഒരു ലാഗേ ഇല്ല. അതുപോലെ അതിൽ കണ്ണ് കാണാത്ത ഒരു റോൾ അഭിനയിച്ച ഒരാളുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വേറൊരു ടൈപ്പ് ജഗദീഷ്. അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ സിദ്ദീഖിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. സിദ്ദീഖ്, ജഗദീഷ് ഇവരൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോ എന്താ പറയാ, ജഗദീഷിന്റെ ഒക്കെ പഴയ പല പല റോളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കും ഹരിഹർ നഗറിലേക്ക് ഇമാതിരി സീനുകൾ ജഗദീഷ് അഭിനയിക്കുന്നു നമുക്ക് തോന്നുമോ? അത് ജഗദീഷിനെ കൊണ്ട് സാധിക്കുന്നു തോന്നുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പഴയ കോമഡി നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഇന്ദ്രൻസ്, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂട്, അപ്പോ എന്താ പറയാ, ഓവറോൾ ഇത് കണ്ടില്ലെങ്കിൽ ഇത് കില്ല് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ വെച്ചാൽ ബ്രൂട്ടൽ ഫിലിം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് പോയി കാണും, അത് കണ്ട് സെറ്റ് ആവാൻ. പക്ഷെ ബ്രൂട്ടൽ സിനിമ എന്ന് പറഞ്ഞാൽ കില്ലിനൊരു ബ്രൂട്ടാലിറ്റി ഉണ്ട്, പക്ഷെ അതും ഇതും ഒന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 100% കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലൊരു വയലൻസ് ഇന്ത്യൻ സിനിമയിലില്ല, ഇപ്പൊ എന്റെ കാഴ്ചയിലില്ല. പിന്നെ തീരനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്, നമ്മുടെ കാർത്തിയുടെ അധികാരം. പക്ഷെ അതാണെങ്കിലും നമുക്ക് സഹിക്കാന്ന് വിചാരിക്കാം. സോയിലെ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അത് സോ 7 വരില്ലേ, അത് ഇംഗ്ലീഷ് ഫിലിമാണ്. അതെല്ലാം ഞാൻ കണ്ടതാണ്, ഞങ്ങൾ രണ്ടാളും കണ്ടതാണ്. അപ്പൊ അതില് അത് ഭയങ്കര ഒരു സാധനം, അതെന്താ വെച്ചാൽ അത് വേറെ രാജ്യം, അത് ഇന്റർനാഷണൽ ലെവലിൽ അവിടെ കിടക്കുന്ന സാധനം. പക്ഷെ നമ്മുടെ ഈ കൊച്ചു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വലിയ സിനിമ, ഈ ഫിലിം എല്ലായിടത്തും എത്തും. അതാരാ അപ്പൊ എല്ലായിടത്തും എത്തും, മീൻസ് ഇത് എല്ലാ സ്ഥലത്തും എത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതിൽ വേറെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയ വല്ല പോയിന്റ് ഉണ്ടോ? ഇല്ല, മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. ഉണ്ണിമുകുന്ദന്റെ ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ, ഉണ്ണിമുകുന്ദന്റെ ഷോ തന്നെ. പിന്നെ ഇവർക്ക് ഇത്ര സ്വാഗ് ഇപ്പം മല്ലു സിംഗിൽ കിട്ടിയിട്ടില്ല അത്ര സ്വാഗ്. മല്ലു സിംഗ് പക്ഷെ നല്ല പടായിരുന്നില്ലേ? മല്ലു സിംഗ് നല്ല പടായിരുന്നു. പിന്നെ അവൻ അതിലെന്താ വെച്ചാൽ അതിൽ മിഥുനാണ് ഡബ് ചെയ്തത്. പക്ഷെ ഇതില് ഉണ്ണിമുകുന്ദന്റെ ആ ഉണ്ണി ശബ്ദം വലിയ ശബ്ദാക്കിയിട്ട്, ഉണ്ണി ശബ്ദം ഉണ്ടായിരുന്നു ഉണ്ണിമുകുന്ദന്, പക്ഷെ ഉണ്ണി ശബ്ദം അല്ല ഇതിലൊന്നും. ഉണ്ണി ശബ്ദം വലിയ ശബ്ദം, നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. നമ്മള് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ അവന്റെ സൗണ്ട് നമുക്ക് എത്ര പറ്റുമെന്ന് അറിയില്ല സിനിമയില്. ഞങ്ങള് ഇവന്റെ ഈ ഉണ്ണി ശബ്ദം വെച്ചിട്ട് എന്ത് മാസാണ് പറയാന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇനി ഉണ്ണിമുകുന്ദനല്ല, ഉണ്ണിമുകുന്ദൻ വലിയ മുകുന്ദനാ. പക്ഷെ ഇനി ഇതിലും വലിയൊരു സാധനം തന്നെ ചെയ്യണം. ഇനി എന്താ വെച്ചാ അതാണ് ഇനിയിപ്പോ അടുത്ത കാര്യം. ഇനി ഉണ്ണിമുകുന്ദൻ ഇതിനും താഴ്ന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനോട് കിടപിടിക്കുന്ന സാധനം അല്ലാതെ ഉണ്ണിമുകുന്ദന് ചെയ്യാൻ പറ്റില്ല. വേറൊരു ജോണർ ആണെന്നുണ്ടെങ്കിലും അതിൽ ഉണ്ണിമുകുന്ദൻ ആ ഒരു ടൈപ്പ് ഓഫ് സാധനം ചെയ്യണം. ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇതേപോലെ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്ത് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, കാരണം അമ്മാതിരി സാധനമാണ് ഉണ്ണി. നല്ലൊരു ചാൻസ് തുറന്നു കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഇവന് മലയാളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും ചിലപ്പോൾ വിളിക്കായിരിക്കും. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലിലേക്ക് ചെയ്തെത്തിച്ചിട്ടുണ്ട് ഇത്. നമുക്ക് ഉണ്ണിമുകുന്ദൻ എന്നുള്ള സംഭവം മാറി, ആളോടുള്ളൊരു ഇത് മാറി. പണ്ട് മറ്റേ സീക്രട്ട് ഏജന്റിനോട് ആ വിളിച്ചു പറഞ്ഞ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായില്ലേ, ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട്. ഉണ്ണിമുകുന്ദൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഉണ്ണിമുകുന്ദൻ കറക്റ്റായിട്ട് ജോലി, അതിനുശേഷം പിന്നെ ആള് കറക്റ്റ് ജോലിയിലെ ഫോക്കസ്, കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്തു, കറക്റ്റ് മറ്റേ ഫിലിമിന് വേണ്ടി മാറി, കറക്റ്റ് ഫിലിം ചെയ്യുന്നു. പക്ഷെ ആളുടെ ഈ മറ്റേ അയ്യപ്പന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ മാളികപ്പുറം, അതാണെങ്കിലും സിനിമ ഹിറ്റായി. ആ സിനിമ ഉദ്ദേശിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു, അവരത് ഏറ്റെടുത്തിട്ടുണ്ട്, സിനിമ ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ആവറേജ് ഫിലിം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ, ചീത്താണെങ്കിൽ ചീത്തതെന്ന് പറയാ. നമുക്ക് പിന്നെ ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടുള്ള അതല്ലാതെ ടെക്നിക്കൽ വശങ്ങൾ എത്രത്തോളാണെന്നുള്ള സാധാരണ ഒരാളിങ്ങനെ കാണുമ്പോൾ അത് എത്രത്തോളം വണ്ടടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോർമലി ഞാൻ അത്രയും ഇഷ്ടമായി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇഷ്ടമായി എന്ന് പറയാറുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് എന്താ വെച്ചാൽ ഇഷ്ടമായി, മലയാളത്തിൽ ഒരു തരത്തിലും ഇതിനപ്പുറത്തേക്ക് വരാൻ പറ്റാത്ത തരത്തിൽ അത് ചെയ്തു വെച്ചു. അതന്നെ ഈ ഡയറക്ടർ തന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുവരണം.
അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടർ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് കൊണ്ടുവരണം. നമുക്ക് പല പല സംഭവങ്ങളില്ല, സൂപ്പർ സ്റ്റാറുകളൊക്കെ വെച്ച് ചെയ്യുന്ന ഗ്രാഫിക്സ് ഒന്നും ശരിയാവാറില്ല. ഇത് എല്ലാം ശരി, എല്ലാം മാറ്റി കുറുക്കി വെച്ചെന്നല്ല, അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്, കാണാതെ പോകരുത്. ഇത് ആ വയലൻസ് കാണാനുള്ള ഒരു മനസ്സ് വേണം. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മറ്റേ ലോട്ടറി അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇതിങ്ങനെ ഇറങ്ങി മുന്നിൽ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സായി പോകും. അപ്പം ഞങ്ങളുടെ 100% തിരക്കിനിടയിൽ ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഉണ്ണി മുകുന്ദരിരുന്ന് ഇങ്ങനത്തെ ഒരു സാധനം എങ്ങനെ ഉണ്ടാവും എന്നുണ്ടായിരുന്നു. അപ്പം അത് കാണുന്നുണ്ടാവും. അപ്പോൾ കഥയുടെ സ്പോയിലർ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാനുള്ള മുതലുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയില്ല. മേക്കിംഗ് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ക്യാമറ ആംഗിൾസ് എല്ലാം ഉഷാറാണ്, അവിടുത്തെ ലൊക്കേഷൻസ് ഉഷാറാണ്. പിന്നെ വണ്ടികൾ നല്ല വണ്ടികൾ, നല്ല വീട് എല്ലാം ഭയങ്കര പൈസയും വണ്ടി ഒന്നും ഒരു വിഷയമില്ല. മറ്റേ സ്വർണ്ണവും വെള്ളിയും ഒന്നും ഒരു വിഷയമേ ഇല്ല. അതിലാണ് മാറ്റർ. പറത്താൻ ചോര തെറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചോര ഇങ്ങനെ ചിന്താണ്. അപ്പോൾ ഈ സാധനം ഇത് കത്തിക്കേറും. ഇതിനിപ്പോൾ ആരും ഇതിന് ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആരും ഇതിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആൾക്കാർ പറഞ്ഞ് കയറും. ഇനി നമുക്ക് ഇപ്പോൾ വരുന്ന നമുക്ക് ഇനിയിപ്പോൾ ഇതിലിങ്ങനെ അപ്ഡേഷൻസ് ഇങ്ങനെ വരുമല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നമുക്ക് കാണാമല്ലോ. പക്ഷെ നമ്മളുടെ അഭിപ്രായം ഇതാണ്. നമ്മളുടെ മാത്രം അഭിപ്രായമല്ല, ഇത് കണ്ട ആളുകൾ നമ്മളോട് സംസാരിച്ചതും ഒരേ അഭിപ്രായം, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതെന്ത് പറയാ, ഇതെന്ത് സംഭവം. അപ്പൊ എന്തായാലും ശരി.